Hello guys, welcome to your favorite auto show, ITL Motors on Road. ITL Motors on Road ലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിന്ന് നമ്മളെല്ലാവരും കുറേ നാൾ കാത്തിരുന്നതിന് ശേഷം ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്ത ഒരു വെഹിക്കിളാണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഹോണ്ടയുടെ ആദ്യത്തെ ഡീസൽ എഞ്ചിൻ ഇറങ്ങിയിട്ടുണ്ട്. സോ ഗൈസ്, ലെറ്റ്സ് ഹാവ് എ ടെസ്റ്റ് ഡ്രൈവ് വിത്ത് ഓൾ ന്യൂ ഹോണ്ട അമേസ്. ചെക്ക് ഇറ്റ് ഔട്ട്. ഹോണ്ട അമേസ് റൈഡ് ചെയ്യുമ്പോഴുള്ള ഒരു ഫീലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വെഹിക്കിൾ റൈഡ് ചെയ്തപ്പോൾ എനിക്ക് കംഫർട്ട് അത് ഞാൻ പറയാം. കംഫർട്ട് എനിക്ക് പെർഫെക്റ്റ് ആണ്. വെഹിക്കിൾ വളരെ കംഫർട്ടബിൾ ആണ് റൈഡ് ചെയ്യാൻ. ലോങ് റൈഡിനായാലും സിറ്റി റൈഡിങ് കണ്ടീഷൻസിനായാലും വെഹിക്കിൾ നല്ല കംഫർട്ടാണ്. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും സ്റ്റിയറിങ്ങും എസ്പെഷ്യലി ഹോണ്ടയുടെ വെഹിക്കിൾസ് എല്ലാം നമ്മൾ റൈഡ് ചെയ്യാൻ നേരത്ത് നല്ല കംഫർട്ടാണ്. കാരണം ജാപ്പനീസ് ടെക്നോളജി എപ്പോഴും റൈഡ് ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ അത്രത്തോളം നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നിക്കലി കുറച്ചുകൂടെ റൈഡ് ക്വാളിറ്റി കിട്ടുന്ന രീതിയിലായിരിക്കും അവരുടെ ടെക്നോളജി അല്ല. അതിനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഈ വെഹിക്കിൾ എസ്പെഷ്യലി നമ്മൾ അമേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നമ്മൾ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വിരൽ കൊണ്ട് ഈ വെഹിക്കിളിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത്രത്തോളം സ്മൂത്തായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം അത്രത്തോളം സ്മൂത്തായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ടെക്നോളജിയാണ് ഈ വെഹിക്കിൾ കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. എഞ്ചിനെ കുറിച്ച് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനിൽ എനിക്കൊരു പോരായ്മ പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ എഞ്ചിൻ്റെ സൗണ്ടാണ്. എഞ്ചിൻ്റെ സൗണ്ട് നമുക്ക് എഞ്ചിൻ റൂമിൻ്റെ അകത്തുണ്ടാകുന്ന ഡീസൽ എഞ്ചിൻ എസ്പെഷ്യലി ഡീസൽ എഞ്ചിൻ്റെ സൗണ്ട് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ അകത്ത് റൈഡ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ്റെ സൗണ്ട് വളരെയധികം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്തത് കുറച്ചുകൂടെ എസ്പെഷ്യലി ഹോണ്ടയുടെ വെഹിക്കിൾസ് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന അത്രത്തോളം നോയ്സ് ഫ്രീ അല്ലെങ്കിൽ സൗണ്ട് ഫ്രീ വെഹിക്കിളായിരിക്കും. പക്ഷേ ഇത് എഞ്ചിൻ്റെ ആ ഡീസൽ എഞ്ചിൻ്റെ സൗണ്ട് നമുക്ക് അകത്ത് കേൾക്കുന്നുണ്ട്. കമ്പനി ആ ഒരു സൗണ്ട് കുറച്ചുകൂടെ ഒന്ന് പ്രൂഫ് ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ സൗണ്ട് കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്ത് അകത്തോട്ട് വരാണ്ട് നോക്കിയിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് എൻ്റെ എഞ്ചിൻ സൗണ്ട് കുറയ്ക്കാൻ കഴിയില്ല. പക്ഷേ എഞ്ചിൻ റൂമിലുണ്ടാകുന്ന സൗണ്ട് അകത്തോട്ട് പാസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ബാരിയേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. പിന്നെ വെഹിക്കിൾ എഞ്ചിൻ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡീസൽ എഞ്ചിനാണ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഹോണ്ടയുടെ പോപ്പുലറായിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഹോണ്ട സിറ്റിയെ ഒന്നും കൂടെ പഴയ ആദ്യത്തെ സിറ്റി ഒന്നും കൂടെ കമ്പനി ഹിറ്റാക്കുന്ന ഈ ടെക്നോളജി ഉണ്ട്, IV ടെക് എന്ന് പറയുന്ന ടെക്നോളജി. അപ്പം വെഹിക്കിൾ പെട്രോൾ എഞ്ചിനിൽ വരുന്ന IV ടെക് ടെക്നോളജിയാണ്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിനിൽ വരുന്നത് ID ടെക് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നോളജിയാണ്. അപ്പം ഹോണ്ടയുടെ ഈ ഒരു ഡീസൽ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 സിലിണ്ടർ DOHC ID ടെക് ടൈപ്പ് എഞ്ചിനാണ്. വെഹിക്കിളിൻ്റെ പവറിനെ കുറിച്ച് പറയുന്നത് 1.5 ലിറ്റർ. കുറച്ചുകൂടെ പ്രിസൈസ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ 1498 cc ആണ് ഈ വെഹിക്കിളിൻ്റെ പവർ. ഈ വെഹിക്കിളിൻ്റെ ക്യൂബിക് കപ്പാസിറ്റി. വെഹിക്കിളിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 100 PS ആണ്. 100 PS ഒരു കോമൺ പവറാണ്. എനിക്ക് എടുത്ത് അത്രത്തോളം നല്ല പവർ ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. കാരണം 100 PS ഇറ്റ്സ് കോമൺ. 100 PS അറ്റ് 3500 RPM ആണ്, 3600 RPM ആണ് ഈ വെഹിക്കിളിൽ വരുന്നത്. ഈ വെഹിക്കിളിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വെഹിക്കിളിൻ്റെ ടോർക്കിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ടോർക്ക് എനിക്ക് വളരെയധികം ഇഷ്ടമായി. കാരണം 200 Nm ആണ് ഈ വെഹിക്കിളിൻ്റെ ടോർക്ക്. അതും ജസ്റ്റ് 1750 RPM-ലാണ്. അത് വേരിയബിൾ ടോക്കല്ല, കോൺസ്റ്റൻറ്റ് ടോക്കാണ്. അപ്പം ഈ ഒരു ടോക്കിൽ ഞാൻ ഈ വെഹിക്കിൾ എനിക്ക് ഒരു 40 വരെ എനിക്ക് ത്രോട്ട് കൊടുക്കാണ്ട് ഫസ്റ്റ് ഇട്ടിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് നമുക്ക് റൈഡ് ചെയ്യാൻ കഴിയും. കാരണം പഴയ കാലത്തെ വെഹിക്കിൾസിനാണ് ഈ ഒരു ഇത്രത്തോളം നല്ലൊരു ടോക്ക് വരുന്നത്. ഇപ്പോഴത്തെ വെഹിക്കിൾസ് നമുക്ക് എല്ലാ വെഹിക്കിൾസും നമുക്ക് ഇതേപോലെ ക്ലച്ച് റിലീസ് ചെയ്ത് ത്രോട്ട് കൊടുക്കാണ്ട് ക്ലച്ച് മാത്രം റിലീസ് ചെയ്ത് വെഹിക്കിൾ മൂവ് ചെയ്ത് പോകാൻ പറ്റില്ല. ഡീസൽ വെഹിക്കിൾസിന് അതൊക്കെ സാധിക്കും. പക്ഷേ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ വെഹിക്കിൾ എല്ലാ വെഹിക്കിൾസിലും അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടാറില്ല. ഇതിൽ കുറച്ച് ഒപ്റ്റിമമാണ്. ഞാൻ 5th ഗിയർ വരെ 40 km/h വിത്തൗട്ട് ത്രോട്ട് നമ്മൾ ഒരു 1 RPM ഒരു 1000 RPM-ൽ എനിക്ക് ഈ വെഹിക്കിൾ ഞാൻ റൈഡ് ചെയ്തു തന്നു. അപ്പോൾ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ AC-നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻറ്റീരിയർ ഫീച്ചേഴ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ AC കുറിച്ച് AC-യുടെ വെൻറ്റിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതായത് AC കുറച്ച് ഒപ്റ്റിമമാണ്. നമുക്ക് AC നല്ല പവർഫുൾ ആയിട്ടുള്ള AC ആണ്. നമുക്ക് ലോങ് റൈഡിങ് കണ്ടീഷൻസിൽ നമുക്ക് മാത്രമല്ല ഇപ്പോഴത്തെ ഈ ചൂട് കാലത്തൂടെ നമുക്ക് ലോങ് റൈഡ് കണ്ടീഷനിൽ നമുക്ക് അത്രത്തോളം അനായാസം അത്രത്തോളം റിലാക്സ് ചെയ്ത് കംഫോർട്ടായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ കഴിയും. അപ്പം ഇത്രയുമാണ് ഈ വെഹിക്കിളിൻ്റെ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾ റൈഡ് ചെയ്തപ്പോൾ ഉള്ള ക്വാളിറ്റി. ഞാൻ ഈ വെഹിക്കിൾ റൈഡ് ചെയ്തപ്പോൾ ഒരു ഫീൽ എനിക്ക് കിട്ടിയത്.